നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജാരാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ആചാരങ്ങളിൽ നമ്മൾ കുളിച്ച് ഇറങ്ങിയാൽ ഏത് ഭാഗമാണ് ആദ്യം തോർത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അത് മുതുകാണ് ആദ്യം തുടയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. എന്തെന്നാൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നന്മയും തിന്മയും എന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ടത്രേ. അതായത് നമ്മൾ കുളിച്ചിറങ്ങിയാൽ മുതുക് തോർത്തിയാൽ ആ രണ്ട് വ്യക്തിത്വങ്ങൾ പറഞ്ഞാൽ ഒന്ന് നന്മയും തിന്മയാണ്. അതായത് ശ്രീദേവിയും മൂദേവിയും എന്ന് പറയപ്പെടുന്നത്. അതായത് ആദ്യം മുതുക് തുടച്ചാൽ മൂദേവിയും ശ്രീദേവിയും തമ്മിലൊരു തർക്കമുണ്ടത്രേ, ആരാദ്യം കയറണമെന്ന്. അപ്പോൾ അതിൽ ജയിക്കുന്നത് മൂദേവിയാണ്. അപ്പോൾ മൂദേവിയാണ് അത്രേ ആദ്യം കയറുന്നത്. അപ്പോൾ പുറം ആദ്യമായി തുടയ്ക്കുമ്പോൾ മൂദേവി കയറി അതിലിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മുഖം തുടയ്ക്കുമ്പോൾ മുഖത്ത് ശ്രീദേവിയാണ് വിളയാടുന്നത്. അപ്പോൾ മുഖത്ത് ശ്രീദേവി വിളയാടിയാൽ ആ ദിവസം വളരെ പരമപ്രധാനമാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ പിന്നിൽ വേറൊരു ശാസ്ത്രീയ ഗുണം കൂടി ഉള്ളത്, നമ്മൾ പുറമെന്ന് പറഞ്ഞാൽ നട്ടെല്ലാണ് പുറത്തുള്ളത്. വെള്ളം നട്ടെല്ലിൽ ആവുമ്പോൾ സന്ധികൾക്ക് വെള്ളം അകത്തേക്ക് കയറി സന്ധികൾക്ക് വേദനയും കൊഴുപ്പ് കലർന്ന് സന്ധി വേദനയും മറ്റു പല അസുഖങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ വെള്ളം ആദ്യം തുടച്ചെടുക്കുക എന്നുള്ളൊരു ശാസ്ത്രീയ വശം കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പഴമക്കാർ പറയുന്നത് മൂദേവിയെ ഓടിച്ച് ശ്രീദേവിയെ നമ്മുടെ ദേഹത്തേക്ക് കയറ്റി കൊണ്ടുവരിക, അതിനാണ് മുതുക് ഏറ്റവും ആദ്യം തുടയ്ക്കുന്നത് എന്നാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം.